തൃശൂർ മലക്കപ്പാറ വീരാങ്കുടിയിലെ ആദിവാസി കുടുംബങ്ങൾ സമരത്തിലേക്ക്. സർക്കാർ നിശ്ചയിച്ച പുനരധിവാസ പദ്ധതി വനം വകുപ്പ് അട്ടിമറിക്കുന്നതിന് എതിരെയാണ് സമരം. 31 കുടുംബങ്ങൾ ചാലക്കുടി DFO ഓഫീസിന് മുന്നിൽ നാളെ ഉപരോധ സമരം നടത്തും. ആദിവാസികളെ പുനരധിവസിപ്പിക്കാൻ തീരുമാനമായെങ്കിലും വനം വകുപ്പ് എതിർപ്പുമായി എത്തിയതോടെയാണ് പദ്ധതി അനിശ്ചിതത്വത്തിൽ ആയത്. പക്ഷെ ഇപ്പോൾ ചാലക്കുടി മാരാങ്കോടിന്റെ ചുമതലക്കാരനായ ചാലക്കുടിയുടെ DFO പറയുന്നത് അതിനകത്ത് ക്യാബിനറ്റ് ഡിസിഷൻ ഇല്ല, അതോടൊപ്പം തന്നെ അത് വാല്യൂ കൂടിയ ഭൂമിയാണ്, അതങ്ങനെ ആദിവാസിക്ക് കൊടുക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് DFO എടുക്കുന്നത്. ഒരു ഭരണാധികാരി എന്ന നിലയിൽ പാവപ്പെട്ടവരുടെ വിഷയത്തിൽ ഇടപെടാന്നുള്ളതിന് നമുക്ക് ചെയ്യാനുള്ളത് ഇവരെ മുൻനിർത്തി സമരത്തിലേക്ക് പോവുക എന്നത് മാത്രമാണ് ഇതിന് മുൻപിലുള്ളൂ. അതുകൊണ്ട് നമുക്ക് നാളെ DFOയുടെ ഓഫീസ് ഉപരോധത്തിന് ശേഷം മാരാങ്കോട് ഭൂമിയിൽ ഇവരെ മുൻനിർത്തിക്കൊണ്ട് കുടിൽ കെട്ടി ആദിവാസി ആ ഭൂമിയിൽ താമസം ആരംഭിക്കും എന്നാണ് ഇപ്പോൾ നമ്മളൊരു തീരുമാനം എടുത്തിട്ടുള്ളത്. ഒരു 7 വീട്ടുകാരുണ്ട്. ഭയങ്കര അവസ്ഥയാണ്. കാട്ടുപോത്തും ആനയും പിന്നെ പുലിയും അതുപോലെ തന്നെ ഇതുപോലെ വെട്ടവെളിച്ചം ഇല്ലാണ്ടാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഭയങ്കര വീടാണെങ്കിൽ മൊത്തം പടുത, മേളിലും പടുത, സൈഡിൽ പടുത. അപ്പോൾ താമസിക്കാനുള്ളത് മൊത്തം ഈരം, ഇതുപോലെ തന്നെ ഈരമാണ്. മൊത്തം മണ്ണിന് മഴ പെയ്ത് കഴിഞ്ഞാൽ ഉള്ളിൽ പായോ പതപ്പോ ഒന്നും ഇട്ട് കിടക്കാൻ പറ്റത്തില്ല. അങ്ങനത്തെ പോലെ സ്ഥിതികളില്ല ഇരുന്ന് ഞങ്ങൾ വന്നപ്പോൾ 2 മണിക്ക് ഓരോ പുലി വന്നിട്ട് ഒരു 4 വയസ്സ് കുട്ടിയെ കൊണ്ടുപോയി. അതോടുകൂടി ഞങ്ങൾക്ക് പേടിച്ചിട്ട് ഇപ്പോൾ ആ കോടിയിലേ താമസിക്കുന്നില്ല. നമ്മുടെ എല്ലാവരും സർക്കാർ ഫോഴ്സുകാരും പോലീസുകാരും എല്ലാവരും വന്നിട്ട് കമ്മിറ്റികളിൽ താമസിക്കാൻ തുടങ്ങി. തൃശ്ശൂരിൽ നിന്ന് ലെവിൻ K. വിജയൻ കൂടുതൽ വിശദാംശങ്ങളുമായി ചേരുകയാണ്. ലെവിൻ, ഇവരെ പുനരധിവസിപ്പിക്കാനുള്ള തീരുമാനമായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അത് വനം വകുപ്പ് എതിർക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു. ഈ തീരുമാനം എടുത്തത് എവിടെയായിരുന്നു? ഇപ്പോൾ ഈ വനം വകുപ്പ് ഇതിനെ നിശ്ചിതമായി എതിർക്കാനുള്ള സാഹചര്യം എന്താണ്? എന്താണെങ്കിലും ഈ കുടുംബങ്ങൾ വലിയൊരു സമരത്തിലേക്ക് കടക്കുന്ന സാഹചര്യമാണ്. അതിലൊരു സമവായ നീക്കം ഇനി ഉണ്ടാകുന്നുണ്ടോ? സംഗീത ഓർക്കുന്നുണ്ടാകും, കഴിഞ്ഞ ദിവസം ആതിരപ്പള്ളി മലക്കപ്പാറ മേഖലയിലെ ആദിവാസി കുടുംബങ്ങളിൽ താമസക്കാരായ 7 കരിമ്പാക്കം എന്ന് പറയുന്ന സ്ഥലത്ത് കേരള തമിഴ്നാട് അതിർത്തിയോട് സമീപത്ത് താമസിച്ചിരുന്ന, താൽക്കാലിക കുടിൽ കെട്ടി താമസിച്ചിരുന്ന ഒരു കുടുംബത്തിലെ കുട്ടിയെ പുലി പിടിച്ചുകൊണ്ട് പോയ സംഭവം നമുക്കറിയാം. സാരമായി പരിക്കേറ്റ കുട്ടി ഇപ്പോൾ തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. ഈ കുടുംബങ്ങളുടെ പെട്ട അംഗങ്ങളാണ് ഇപ്പോൾ സമരവുമായി മുന്നോട്ട് വരുന്നത്. 2024 ഡിസംബർ മാസത്തിൽ ജില്ലാ വികസന സമിതിയുടെ പ്രത്യേക ശുപാർശ പ്രകാരം സംസ്ഥാന സർക്കാർ തന്നെ ഈ ആദിവാസി ഉന്നതിയിൽപ്പെട്ട ആളുകളെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാനുള്ള തീരുമാനമെടുത്തിരുന്നു. 2018 മഹാപ്രളയത്തിന് സമയത്തുണ്ടായ ഉരുൾപൊട്ടലിൽ വീടും ഭൂമിയും നഷ്ടപ്പെട്ട വീരാങ്കുടി അരേക്കാപ്പ് ഉന്നതി നിവാസികളായിരുന്നു ഇവരെ താൽക്കാലികമായി മരത്താക്കോട് എന്ന് പറയുന്ന വനത്തിൽ തന്നെയുള്ള ഒരു പ്രദേശത്തേക്ക് മാറ്റി താമസിപ്പിക്കാനുള്ള തീരുമാനവും എടുത്തു. അതിന്റെ പേരിൽ വലിയ സമരങ്ങൾ നടന്നു. ആദിവാസികൾ അവിടെ എത്തിയപ്പോൾ മുൻവർഷങ്ങളിൽ വനംവകുപ്പ് എതിർപ്പുമായി വന്ന് സംഘർഷമുണ്ടായി. ഇതിലെല്ലാം ഒരു പശ്ചാത്തലത്തിൽ ശരി ലെവിൻ,